Good morning, all. Morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഷഹന മാം ആണ്. മാം ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. മാം RBT സർട്ടിഫൈഡ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ആൻഡ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. ഷഹന മാം ജോയിൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു 2 മോർണിംഗ്. മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ മാം. മനസ്സിലായില്ല പേര് കണ്ടപ്പോ. അത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. താങ്ക് യു ഫോർ വെയിറ്റിംഗ്. ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സമയമാണ്, അപ്പൊ ആ ടൈമില് ക്ലാസ് എടുക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന ഈ പുസ്തകത്തിനെ ആസ്പദമാക്കിയാണ്. അപ്പം ഇതില് ആക്ച്വലി നമ്മള് ഈ മോർണിംഗ് സർക്കിളിലുള്ള ആളുകള് ആക്ച്വലി ഇതുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ എന്തായാലും ഈ മോർണിംഗ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടാൻ, എന്തെങ്കിലും പുതിയ അറിവ് നേടാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിൽ പറയുന്ന 3 കാര്യങ്ങളിൽ 2 കാര്യം നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ ഇതില് ഈ ബുക്ക് ആക്ച്വലി 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്ത് 5 മണിക്ക് എഴുന്നേൽക്കുക, പിന്നെ അതില് നമ്മൾ പുതിയ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് പുതിയ ഒരു അറിവ് നേടുന്നുണ്ട്, നമ്മളൊരു പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് മൂവ്മെന്റ്. അതായത് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഒരു ബോഡി മൂവ്മെന്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഈ ബുക്കിൽ. ആക്ച്വലി ഇതില്
ഒരു ബിസിനസ്മാനും ഒരു ആർട്ടിസ്റ്റും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബില്ലനെയറും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു കാര്യമാണ്. അവര് എന്നിട്ട് ഈ ബില്ലനെയർ ഇവർക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൊടുക്കുന്ന ഒരു പാഠമാണിത്. അപ്പം ഈ ബുക്കിനെ ആക്ച്വലി 3ആയിട്ട് തിരിക്കാം. വൈ 5 AM, എന്തിനാണ് നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കേണ്ടത്? 5 മണിക്ക് എഴുന്നേറ്റാലുണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആക്ച്വലി ഈ സമയത്ത് നമ്മുടെ 5 മണി ഈ സോളിറ്റ്യൂഡ് സോൺ എന്നാണ് പറയുന്നത്. അതായത് വിശ്രമവും ശാന്തതയും ഈ സമയത്ത്, ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഫോൺ കോളുകളോ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാതെ തലച്ചോറിന് ഉയർന്ന ശ്രദ്ധയും ഏകാഗ്രതയും ലഭിക്കുന്നു ഈ ടൈമിൽ. ഈ സമയത്ത് ട്രാൻസിറ്റിൽ ഹൈപ്പോ ഫ്രണ്ടാലിറ്റി ആണ് ഈ ഒരു ടൈമിനെ പറയുന്നത്. അതായത് പുലർച്ചെ 5 മണിയോടെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് താൽക്കാലികമായി വിശ്രമാവസ്ഥയിലാകണം. അപ്പൊ അത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് റെസ്റ്റ് മോഡിലായതുകൊണ്ട് നമുക്ക് ആങ്സൈറ്റിയും പേടി, ഉത്കണ്ഠ അങ്ങനത്തെ ഒരു വക വികാരങ്ങളും ആ ടൈമിൽ പ്രവർത്തിക്കുന്നില്ല ഈ 5 AM സമയത്ത്. ഇപ്പൊ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് റെസ്റ്റ് മോഡിലായതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഈ ടൈമിൽ വർദ്ധിക്കുന്നു. വിജയത്തിനുള്ള മാനസികാവസ്ഥ ഭൂരിഭാഗം ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ ഏറ്റെടുക്കുകയാണ്. ലോകത്തുള്ള പല ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാണ് ഇന്നത്തെ ദിവസം എങ്ങനെ വേണം. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് അത് പറ്റുള്ളൂ. നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് നമ്മൾ രാവിലെ തന്നെ തീരുമാനിക്കുമ്പോൾ നമുക്കതിനെ കുറെ കൂടി നമ്മൾ കോൺഫിഡന്റ് ആവുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഈ നേരം വൈകി എണിച്ച് ഓടുമ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ ബ്രെയിനിന് ശരിക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല എങ്ങനെയാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പം കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഈ ഒരു ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് 20-20-20 ഫോർമുല. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 3 പാർട്ട്. അതായത് ആദ്യത്തെ 20 മിനിറ്റ്സ് നമ്മൾ മൂവ്മെന്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാർഡിയോ എക്സസൈസ് നടക്കുക, അല്ലെങ്കിൽ കുറച്ച് മറ്റേ സ്കിപ്പിങ് ചെയ്യുക, എന്തെങ്കിലും നമ്മൾ ഒരു മൂവ്മെന്റ് 20 മിനിറ്റ്സ് നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ആ ഒരു 20 മിനിറ്റ്സിന്റെ ആ ഒരു എനർജി നമ്മൾ ഈ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ 20 മിനിറ്റ്സ് നമ്മൾ മെഡിറ്റേഷൻ. ഇപ്പൊ നമ്മളിവിടെ 5 മിനിറ്റ് ആണ്, പക്ഷെ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മെഡിറ്റേഷൻ മാത്രമല്ല, 20 മിനിറ്റ്സ് എന്തായാലും ഒരു ലോങ് പീരീഡ് മെഡിറ്റേഷൻ. പക്ഷെ ആ ടൈമിൽ കുറച്ച് 5 മിനിറ്റ് മെഡിറ്റേഷൻ, പിന്നെ ജേർണലിങ് ചെയ്യാം. ജേർണലിങ് ആക്ച്വലി നമ്മുടെ തോട്ട്സിനെ, ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം നമുക്ക് തോട്ട്സിനെ പ്രോസസ്സ് ചെയ്യാം. നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവ് ആക്കാം. ഇന്നത്തെ ലൈഫ് നമുക്ക് ഇന്നത്തെ ദിവസം അതൊരു ഗിഫ്റ്റ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ പാസ്റ്റിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇന്നലെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് കൊണ്ടുവരരുത്. അതിനെ നമ്മൾ പ്രോസസ് ചെയ്യും. കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയത് എന്നും നമ്മൾ ആരെയും നമ്മൾ പഴിചാരേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ദിവസം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരും, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റീവ് ഡേ അല്ലെങ്കിൽ ഹാപ്പി ഡേ ആക്കാൻ ഈ ഒരു ടൈമിന് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കാനും ഇന്നത്തെ ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു 20 മിനിറ്റ്സ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള 20 മിനിറ്റ്സ് നമ്മൾ ആക്ച്വലി
ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവണമെന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ മോർണിംഗ് സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ് ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു 20 മിനിറ്റ്സ് നമ്മൾ എന്താണോ എനിക്കിപ്പം എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അതല്ല കമ്പനിയിൽ എന്തെങ്കിലും ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ആ നെക്സ്റ്റ് 20 മിനിറ്റ്സ്. അതിന് പിന്നെ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവാം. ഈ ഒരു 1 അവർ വിക്ടറി അവർ എന്നാണ് പറയാം. ഈ ഒരു 1 അവർ നമ്മൾ എങ്ങനെയായാലും ഹാൻഡിൽ ചെയ്യണം. അത് കുറേശ്ശെ ആയിട്ട് നമുക്കിപ്പോൾ ഒട്ടും ചെയ്യാത്ത ആൾക്കാർക്ക് ആക്ച്വലി 66 ഡേയ്സ് എടുക്കും എന്ന് പറയണം. 66 ഡേയ്സ് എടുക്കും. അതായത് ആദ്യത്തെ 22 ഡേയ്സ് ഡിസ്ട്രക്ഷൻ ടൈമാണ്. അതായത് ഒരു പഴയ ശീലത്തെ നമ്മൾ തകർത്ത് ഒരു പുതിയ ശീലം കൊണ്ടുവരാനുള്ള ഒരു ടൈമാണ് ആദ്യത്തെ 22 ഡേയ്സ്. അത് ഭയങ്കര ഹാർഡായിരിക്കും. എന്തിനപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ട്സ് നമുക്ക് വരുന്ന ഒരു ടൈമാണ് ഈ ആദ്യത്തെ 22 ഡേയ്സ്. പിന്നെ വരുന്ന 22 ഡേയ്സിൽ അത് ആക്ച്വലി എന്ത് ഡിസ്ട്രക്ഷൻ പീരീഡ്, പിന്നെ ഇൻസ്റ്റലേഷൻ ഘട്ടം. അതായത് പുതിയ ആ ഒരു ടൈമിൽ ഫസ്റ്റ് നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡിനെയാണ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അവിടെ പുതിയ ഒരു ശീലം തലച്ചോറ് ശീലിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ആ സമയത്തും നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു തുടങ്ങണ്ടെന്ന് തലച്ചോറ് ശീലിച്ചു. അങ്ങനെ ആ ഒരു 22 ഡേയ്സ് എന്നാലും നമുക്ക് മടി വരികയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പുഷ് ചെയ്തിട്ട് ആ 22 ഡേയ്സും കൂടി കടന്നിട്ടുണ്ട്. അങ്ങനെ 44 ഡേയ്സ് കഴിഞ്ഞ്, അതായത് ഒരു മാസത്തിൽ 1.5 മാസത്തോളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമ്മുടെ മൈൻഡ് അതിനോട് യോജിച്ചു തുടങ്ങി. അവസാനത്തെ 22 ഡേയ്സ് ആണ് ഇന്റഗ്രേഷൻ ടൈം. അപ്പോൾ ഈ സമയത്ത് തുടക്കത്തിൽ എല്ലാ മാറ്റവും കഴിയും, മധ്യത്തിൽ അത് കുഴപ്പമായിരിക്കും, എന്നാൽ ഒടുവിൽ അത് അതിമനോഹരമായി മാറും. നമുക്ക് പിന്നെ ആ ഒരു റൂട്ടീനോട് നമ്മൾ യോജിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലോങ് ബ്രേക്ക് ഒന്നും എടുക്കാതിരുന്നാൽ മതി. ലോങ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഡിസ്ട്രക്ഷൻ പീരീഡൊന്നും ഇന്റഗ്രേഷനും ഇൻസ്റ്റലേഷനും വീണ്ടും ഈ ഒരു 66 ഡേയ്സ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ഇതിൽ പറയുന്നൊരു മറ്റൊരു കാര്യം. പിന്നെ ഈ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈമിനെ നമ്മൾ ഇതാക്കണം. അപ്പം രാവിലെ നമ്മൾ നല്ല ഉണർച്ചയോടുകൂടി എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ രാത്രി ആക്ച്വലി നന്നായിരിക്കണം. നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 5 AM എന്നുള്ള ആ ഒരു ടൈമിൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് വേണം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കണം. ഇപ്പൊ ആക്ച്വലി എന്തെങ്കിലും ഒരു ഹോബിയാണോ, എന്താണോ നമുക്ക് ചെയ്യാൻ ആഗ്രഹം, പുതിയൊരു കാര്യം പഠിക്കാനാണോ, അതപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ രാത്രി സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ എണീക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. ഒന്നും എക്സൈറ്റിംഗ് ആയിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണത് എന്നുള്ള ഒരു ചിന്ത വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ രാത്രിത്തെ ഉറക്കവും നമ്മൾ ശരിയാക്കണം. അതിനായിട്ട് നമ്മൾ രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിന്റെ യൂസ് കുറയ്ക്കണം. പിന്നെ അലാമൊക്കെ കുറച്ച് അകലെയായിട്ട് കൊണ്ടുവെക്കണം. പിന്നെ ഈ മൊബൈലിന്റെ യൂസ് നന്നായി കുറക്കണം. കാരണം ഈ ബ്ലൂ ലൈറ്റ് ആക്ച്വലി ഉറക്കത്തിന്റെ ഹോർമോണായ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിനെ ഉൽപാദനം കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും അകലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. നല്ല ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ല ഇനിയിപ്പം നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്, അല്ലെങ്കിൽ രാത്രി വൈകി ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അവർക്കും എങ്ങനെയാന്ന് വെച്ചാൽ കറക്റ്റ് 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്നല്ല. അങ്ങനത്തെ ആളുകൾ
ആദ്യം എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഈ ഒരു വിക്ടറി അവറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ഇപ്പൊ ലേറ്റ് ആയിട്ട് ഇനിയിപ്പോ 5 മണിക്കെല്ലാം എഴുന്നേറ്റ് 6, 7, 8 ആയിക്കോട്ടെ, രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളാണെങ്കിൽ ഫസ്റ്റ് എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം ആണ് വിക്ടറി അവർ. ഈ 1 അവർ നമ്മൾ മൂവ്മെന്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ മൂവ്മെന്റ്, പിന്നെ മെഡിറ്റേഷൻ. അതായത് ഈ മെഡിറ്റേഷൻ ആക്ച്വലി ഇപ്പം പ്രയർ ആവാം, പിന്നെ ജേർണലിങ്, അങ്ങനെ മെഡിറ്റേഷൻ വെറുതെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉറങ്ങിപ്പോകും ആക്ച്വലി. അപ്പം അതിന് അല്ലാതെ പ്രയർ, ജേർണലിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് മെഡിറ്റേഷൻ 5 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. പുതിയൊരു കാര്യം പഠിക്കും, പുതിയ സ്കില്ല്. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ട് ഒരു പുതിയ ഹോബി, പുതിയ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കലായിരിക്കണം. നമ്മുടെ ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം നമ്മൾ ആ നെക്സ്റ്റ് 20 മിനിറ്റ്സ് ചെയ്യേണ്ടത്. അതാണ് പിന്നെ ഈ ബുക്കിലേറ്റ ഇതായിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പം ഇതില് ആക്ച്വലി 3 ആളുകൾ, അതായത് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഓണ്ടർപ്രണർ, ഒരു ബില്യണിയർ തമ്മിൽ ഉള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പൊ അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, ഈ ബില്യണിയർ അയാള് ഇവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജീവിത മന്ത്രമാണ്. അതായത് ഓൺ യുവർ മോർണിംഗ്. നിങ്ങൾ രാവിലെ നിങ്ങൾ ശരിക്കും പോലെ ഹാൻഡിൽ ചെയ്യാതെ നിങ്ങൾ തിരക്കടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരുവിധം ആളുകളൊക്കെ, ഇപ്പൊ റൊണാൾഡോ, ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ രാവിലെ തന്നെ അവർ എക്സസൈസ് ചെയ്യും. നമ്മൾ രാത്രി അല്ല, ഫസ്റ്റ് എണീച്ച ഉടനെ ഓടാനും വർക്കൗട്ടും കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ ആ ഒരു 20 മിനിറ്റ്സ്, ശരിക്കും 20 മിനിറ്റ്സ് അതിൽ പറയുന്നത് ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അന്നത്തെ ഒരു ദിവസം മൊത്തം ആ എനർജി നമുക്ക് ഇതാക്കാൻ പറ്റും. സാധാരണ എക്സസൈസ് ചെയ്താൽ ആളുകൾക്ക് ടയർഡ് ആവുക എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടാവുക, ഒരുപാട് നടന്ന് ടയർഡായി. അങ്ങനെയല്ല, അത് ആക്ച്വലി നമ്മുടെ അന്നത്തെ ഒരു ഹോൾ ഡേ നമ്മുടെ എനർജീനെ അത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫുൾ ഡേ നമുക്ക് ആ ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഈവനിങ് ആവുമ്പോൾ നമ്മൾ കുറച്ച് ടയർഡ് ആവും. അന്നേരവും കുറച്ച് എക്സസൈസ് ചെയ്താൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് നമുക്ക് എനർജി ഉണ്ടാവും ഉറങ്ങുന്നത് വരെ. ഇതൊക്കെ ഹിസ്റ്ററി മേക്കേഴ്സിന്റെ ഒരു മെയിൻ കാര്യങ്ങളാണ്. സെക്കൻഡ് പാർട്ടിൽ ഇതിൽ പറയുന്നത് ക്യാപിറ്റലൈസേഷൻ IQ. എല്ലാവരും ഇതില് നമ്മൾ പലരും വിചാരിക്കും വലിയ വിജയം നേടുന്നവർ ജന്മനാ വലിയ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ സാധാരണയായ കഴിവുകളുള്ളവരോ ആണെന്ന്. എന്നാൽ ശാസ്ത്രം പറയുന്നത് അതല്ല. ജന്മനാ ഉള്ള കഴിവ്, അതായത് ടാലന്റ്, നിങ്ങളുടെ ഉള്ളിലെ ചെറിയ കഴിവിനെ നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു, അതിനായി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നാണ്. അതായത് ടാലന്റ്, നമ്മളെപ്പോഴും വിചാരിക്കും അത് ഭയങ്കര ടാലന്റഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവരെപ്പോഴും സക്സസ്ഫുൾ ആണ്, അതൊരു ജന്മനാ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധി കൂടുതലുണ്ട്. ഞാനൊക്കെ പണ്ട് അങ്ങനെയാണ് വിചാരിച്ചത്. ക്ലാസ്സിൽ ഫസ്റ്റ് ആയ കുട്ടികളൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണ്, അല്ലെങ്കിൽ അത് ജന്മനാ അങ്ങനെയാണെന്ന്. പക്ഷെ ആക്ച്വലി ബുദ്ധി എല്ലാവർക്കും ആക്ച്വലി ഒരേപോലെ തന്നെയാണ്. അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൽ വളരുന്നത്. ശരിക്കും സൈക്കോളജിയിൽ ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലിയൊരു സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. ആക്ച്വലി ഇപ്പം ഒരു പാറ കഷ്ണം, ഒരു പാറയമേൽ ഒരു ഡ്രോപ്പ് വെള്ളം ഇറ്റിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അത് ഇവഞ്ച്വലി അത് ഡ്രൈ ആയി അങ്ങനെ പോകും. പക്ഷെ ഈ ഒരു തുള്ളി വെള്ളം ഒരു 3-4 കൊല്ലം അടുപ്പിച്ചാണ് അതും ആ പാറയമേക്ക് വീഴുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ആ പാറയ്ക്ക് സംഭവിക്കില്ലേ? അത് ഒന്നില്ലെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു വെതറിങ് പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അവിടെ ഒരു കളറോ എന്തെങ്കിലും വരും. അപ്പം അത് അത്ര ഉള്ള കാര്യം. നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ
കുറച്ച് ചെയ്യുക, 1% എങ്കിലും ഒരു ദിവസം ചെയ്യുക. അതാണ് നമ്മൾ ആ ഒരു ബാക്കിയുള്ള 20 മിനിറ്റ്സ് ഉപയോഗിക്കേണ്ടത്. കാരണം അത് ചിലപ്പോൾ ഒരു വലിയ എക്സാം, PSC അല്ലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരു പുതിയൊരു ഹോബി പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വായനാശീലം ഇല്ലാത്ത ഒരാളായിരിക്കും. അവർക്ക് ഒരു പേജ് വായിക്കാനേ പാടുള്ളൂ. ഒട്ടും അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്ത ആളുകൾ ഒറ്റയടിക്ക് പോയിട്ട് ഒരു ബുക്ക് വായിക്കാനൊന്നും ഇരിക്കരുത്. അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒട്ടും ചെയ്യാത്ത ആളുകൾ പോയിട്ട് പെട്ടെന്ന് തന്നെ കുറെ നേരം എക്സസൈസ് ഒന്നും ചെയ്യരുത്. അപ്പൊ പിന്നെ അവർക്ക് അതിനോട് മടുപ്പാണ് വരിക. ആദ്യം കുറച്ച് സമയം മാത്രമേ നമ്മളൊരു കാര്യം ചെയ്യാം, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ ചെയ്യുമ്പോൾ ഇപ്പൊ ബ്രെയിൻ അവിടെ ആ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഓക്കെ, ഈ കാര്യം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സിഗ്നല് ബ്രെയിൻ തരും. ഏതൊരു 10 മിനിറ്റത്തെ കാര്യമുള്ളതാണ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ആ 10 പിന്നെ 20 ആവും. പിന്നെ അങ്ങനെ അങ്ങനെ പിന്നീട് അതൊരു പ്രയാസമില്ലാത്തൊരു കാര്യമായിട്ട് മാറും. അതാണ് കോമ്പൗണ്ട് ഇഫക്റ്റ് ഇതിൽ പറയുന്നത്. അപ്പം ആക്ച്വലി അത് ഏതൊരു കാര്യവും നമുക്ക് ഈ ഒരു പാറയുടെ എക്സാമ്പിൾ എപ്പോഴും എടുത്താൽ മതി. ഈ ഒരു വെള്ളത്തിന് പാറനെ പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല? ഒരു 1% ഞാൻ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പറ്റും. ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിന് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ അറിവ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ മരിക്കുന്നത് വരെ നേടിക്കൊണ്ടേയിരിക്കണം. അത് എവിടുന്നൊക്കെ കിട്ടാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം. അറിവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ബുക്ക് വായിച്ചിട്ട് നമുക്ക് എത്രത്തോളം അറിവ് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടാൻ പറ്റും. നമ്മുടെ സർക്കിളും നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളെപ്പോഴും ഈ ഒരു ലോ ആയിട്ടുള്ള, അതായത് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ ഒരു സക്സസ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളുകളുടെ കൂടെയാണ് ഇടപഴകണതെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയല്ല, നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും ഫ്രണ്ട്ഷിപ്പ് വെക്കാനുമായിട്ട് നോക്കണം. അങ്ങനെ ആവുമ്പം അവർക്കും ഒരുപാട് അവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അവർ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും, ഹെൽത്തി ഫുഡ് കഴിക്കുന്നവരായിരിക്കും, അവര് വെള്ളം കുടിക്കുന്നവരായിരിക്കും, ഒരു അറിവ് നേടുന്നവരും, പ്രൊഫഷണലിയും ഫാമിലി ലൈഫും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അത്തരം ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ ലൈഫും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെയാണ്, അതാണ് ഈ ഒരു ബുക്കില് പറയുന്ന ഒരു കാര്യം. പിന്നെ ഈ ഇതിൽ പിന്നെ ഡേയ്സ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. യുവർ ഡേയ്സ് ആർ യുവർ മിനിയേച്ചർ ഇൻ ലൈഫ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നല്ല രീതിയിലായിട്ട് ഓരോ ദിവസവും ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തുന്ന ആ ഒരു ഫ്യൂച്ചർ എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ആക്ച്വലി 5am ക്ലബിലുള്ള ആൾക്കാരാണ്. നമ്മൾ ഇതിൽ പറയുന്ന ഒരുവിധം കാര്യങ്ങൾ ഞാൻ അത് വായിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് എത്രയും നല്ലൊരു കാര്യമാണ് ഈ ഒരു മോർണിംഗ് സർക്കിൾ. ആക്ച്വലി ഒരു മോർണിംഗിനെ നമ്മൾ ഓൺ ചെയ്യാണല്ലോ എത്ര ആയാലും. പിന്നെ ഇതില് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു നല്ല മൈൻഡ് സെറ്റ് മാത്രം പോരാ. ഈ സക്സസ്ഫുൾ ലൈഫിൽ 4 ഇന്റീരിയർ എംപയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നതാണ് മൈൻഡ് സെറ്റ്, പിന്നെ ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ്, സോൾ സെറ്റ്. അപ്പൊ മൈൻഡ് സെറ്റ് ശരിക്ക് ചിന്തകൾ മാത്രമല്ല, കേവലം ചിന്തകൾ മാത്രമല്ല, വിജയം നമ്മൾ വിജയകരമായി 4 മണിക്കൂർ കയറിയിട്ട് ദ 4 ഇന്റീരിയേഴ്സിനെ കുറിച്ചിട്ടാണ് പിന്നെ ഇതിൽ പറയുന്നത്. എന്നാൽ മൈൻഡ് സെറ്റ് എന്നത് വിജയത്തിന്റെ വെറും 25%. നിങ്ങളുടെ ചിന്തകൾ എത്ര പോസിറ്റീവ് ആയാലും നിങ്ങളുടെ ഉള്ളിലെ മറ്റു 3 സാമ്രാജ്യങ്ങൾ തകർന്നു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഒന്നാമത്തെ സാമ്രാജ്യമാണ് മൈൻഡ് സെറ്റ്.
നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ, ലക്ഷ്യബോധം എന്നിവയെല്ലാം ഇതിൽ വരുന്നു. എന്നാൽ ഇതിനൊപ്പം ബാക്കി 3 കാര്യങ്ങൾ കൂടി വേണം. ഇവ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഹാർട്ട് സെറ്റ്. വികാരങ്ങളിലെ ശുദ്ധീകരിക്കണം. പലർക്കും മികച്ച ചിന്തകൾ ഉണ്ടാവും, പക്ഷെ അവരുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം, അസൂയ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ പരാജയത്തെ കുറിച്ചുള്ള ഭയം, വിഷമം എന്നിവ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത്തരം ബാഡ് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് നമ്മൾ ഇല്ലാതാക്കണം. ആക്ച്വലി ഈ അസൂയ അല്ലെങ്കിൽ ദേഷ്യം ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മൾ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പം അതൊരു നമ്മളെപ്പോഴും ബാക്കിലോട്ട് വലിക്കുന്ന ഒരു സംഭവമാണ്. എത്ര ആയാലും എല്ലാവരും കുറച്ചു കാലം ഈ ലോകത്ത് ജീവിക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ ദേഷ്യവും അസൂയൊക്കെ വെച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കുക നോക്കുക. കാരണം നമ്മുടെ എനർജി അവർക്ക് വേണ്ടി കളയാനുള്ളതല്ല. ആക്ച്വലി നമുക്ക് ആ ഒരു എനർജി നമ്മളിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ അതിനെ പ്രൊഡക്റ്റീവ് ആക്കി മുന്നോട്ട് പോകും. അപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അവരെ നമുക്ക് കണ്ട് പുറത്തു കൊടുത്തിട്ട് അത് നമുക്ക് വേണ്ടിയിട്ട് അവര് ചിലപ്പോൾ അത്രയും കഠിനമായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് അവർക്ക് ദൈവം കൊടുത്തോളൂ എന്നുള്ള ആ ഒരു മൈൻഡിലിട്ട് നമ്മൾ പുറത്തു കൊടുത്തിട്ട് അതിനെ നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് കളയണം. ആ വികാരം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ വെറുപ്പും ദേഷ്യവും ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജിയാണ് അവിടെ പോകുന്നത്. ആക്ച്വലി നമ്മള് നെഗറ്റീവ് പേഴ്സണാലിറ്റി ആവണം, നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്താൻ പറ്റില്ല. ശരിക്ക് സക്സസിൽ എത്തിച്ചിട്ട് അവരെ ഇതാക്കുക വേണ്ടത്. അല്ലാതെ നമ്മൾ ആ ഒരു വികാരം എപ്പോഴും നോക്കുക. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ ആക്ച്വലി നമ്മള് ഡൗൺ ആക്കും. കാരണം മറ്റുള്ളവരുടെ സക്സസ് മാത്രമാണ് അതിനകത്ത് അവർ പോസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവർ ട്രിപ്പ് പോകുന്നതും അവർ അങ്ങോട്ട് പോകുന്നതും അപ്പം അതിലൊന്നും അത് നമ്മൾ കണ്ടിട്ട് പോവാ എന്ത് ലൈഫ് നമുക്കൊക്കെ എന്ത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ടൈം അങ്ങനെയാണ് കളയുന്നത്. നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ലൈഫ് ഒരുപാട് ആളുകളുടെ ഡ്രീം ആയിരിക്കും. അപ്പം അതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ശീലാക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ വികാരങ്ങളെ സന്തോഷമുള്ളതായിരിക്കണം. പിന്നെ വരുന്നതാണ് ഹെൽത്ത് സെറ്റ്. ശാരീരിക ഊർജം. നിങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്, നല്ല സന്തോഷവുമാണ്, പക്ഷെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് മനസ്സിൽ ദേഷ്യമില്ല, എന്ത് ചെയ്യണം? നമുക്ക് വലിയ ലക്ഷ്യമുണ്ട്, ഹാർട്ട് സെറ്റും ഓക്കെയാണ്, മൈൻഡ് സെറ്റും ഓക്കെയാണ്. ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ എന്താ അപ്പൊ അതിൽ കാര്യമുള്ളത്? നമുക്ക് ആരോഗ്യവും വേണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ എക്സസൈസ്, ഹെൽത്തി ഫുഡ്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നിങ്ങളുടെ ശാരീരിക ഊർജം, അതിൽ ഫിസിക്കൽ വൈറ്റാലിറ്റി മികച്ചതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സമയം കാര്യക്ഷമമായി ജോലി ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ദീർഘകാലം ജീവിച്ചിരുന്നു എന്ന് സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ മികച്ച ഒരു ഹെൽത്ത് സെറ്റ് നമ്മൾ കെട്ടിപ്പടുത്തേ തീരൂ. നിങ്ങളുടെ പ്രഭാതത്തിലെ വ്യായാമം ഇതിനുള്ളതാണ്. നെക്സ്റ്റ് ആണ് സോൾ സെറ്റ്. ആത്മീയതയും ജീവിത ലക്ഷ്യവും. അതായത് ഇവിടെ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തെ കുറിച്ചല്ല, മറിച്ച് ബാഹ്യ ലോകത്തെ ബഹളങ്ങളിൽ നിന്നും പ്രശംസകളിൽ നിന്നും മാറി നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യവുമായി അതായത് ട്രൂ ഐഡന്റിറ്റി മായി നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഞാൻ ഈ ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകാൻ പോകുന്നത് തിരിച്ചറിവാണ്. രാവിലെ 5 മണിക്ക് ഈ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്ന ആ നിമിഷമാണ് നിങ്ങളുടെ സോൾ സെറ്റിനെ വളർത്തുന്നത്. മൈൻഡ് സെറ്റ്, ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ്, സോൾ സെറ്റ്, ഈ 4 സാമ്രാജ്യങ്ങളും ഒന്നിച്ചു വളരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തിക്കാനാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇതില് പറയുന്ന ഒരു ഹാബിറ്റ് ഇൻസ്റ്റലേഷൻ പ്രോട്ടോകോൾ. അപ്പൊ ഈ ഒരു 4 സെറ്റും നമ്മൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കണം. നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, എനിക്ക് നല്ല വിജയത്തിലെത്തണം, അതുണ്ടായിട്ട് മനസ്സിൽ വെറും ദേഷ്യവും അസൂയയും കുശുമ്പുവാണെങ്കിൽ അതിൽ ആ മൈൻഡ് സെറ്റ് കൊണ്ട് കാര്യമില്ല. നല്ല മൈൻഡ് സെറ്റും നല്ല ഹാർട്ട് സെറ്റും ഉണ്ട്, ശരീരം ഒന്നിനും പറ്റില്ലെങ്കിൽ അപ്പോഴും നമുക്ക്
ആ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. മൈൻഡ് സെറ്റും ഹാർട്ട് സെറ്റും ഓക്കെ ആണെങ്കിൽ ഹെൽത്ത് സെറ്റ് ഉള്ളത് കാര്യങ്ങൾ നമ്മൾ അസുഖം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ വേഗം ഡോക്ടറെ കാണിച്ച് അതിന് മരുന്ന് കഴിക്കണം. ഹെൽത്തി ഫുഡ് കഴിക്കണം. എക്സസൈസ് ചെയ്തിട്ട് നമ്മളെ എപ്പോഴും ആക്റ്റീവ് ആക്കിയിട്ടും ഇരിക്കണം. പിന്നെ സോൾ സെറ്റ് നമ്മൾ ആ ഒരു ശരിക്ക് ദൈവവിശ്വാസികളാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു ടൈം ആ ഒരു സോൾ സെറ്റ് നമ്മളെപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവില്ല, അത് ദൈവം നോക്കിക്കോളും. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ എന്തൊരു വിഷമം വന്നാലും ഓക്കെ ഇതിന് ഒരു സന്തോഷം ഉണ്ടായിക്കോളും, ദൈവം നോക്കിക്കോളും എന്നുള്ള ആ ഒരു ഇത് വരും. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാത്ത ആൾക്കാരാണെങ്കിൽ വായനയുടെയും ഒക്കെ അറിവ് നേടിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് ആ ഒരു 33 ഡേയ്സിന്റെ കാര്യം. ഫസ്റ്റ് ആ ഒരു ഡിസ്ട്രക്ഷൻ പീരീഡ് നമ്മളിങ്ങനെ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ 22 ഡേയ്സ് ഡിസ്ട്രക്ഷൻ ടൈമാണ്. കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റലേഷനും പിന്നെ ഇൻ്റഗ്രേഷൻ. 22 ഡേയ്സിന് നമുക്ക് പുതിയൊരു ശീലം നമ്മൾ ബ്രെയിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അടുത്ത 22 ഡേയ്സ് ആകുമ്പോഴത്തേനും ഇൻസ്റ്റാൾഡ് ആയി നമ്മൾ പിന്നെ ആ ഒരു ശീലത്തിലേക്ക് നമുക്ക് ഇപ്പൊ ഈ ഒരു 66 ഡേയ്സ് ശരിക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ 66 ഡേയ്സ് പോകാനൊരു പണിയില്ലല്ലോ. ഇന്നത്തെ കാലത്ത് എത്ര പെട്ടെന്ന് ദിവസം പോകണം. അപ്പം അങ്ങനെ നമ്മളൊരു പുതിയ ശീലത്തെ അല്ലെങ്കിൽ പുതിയൊരു ഹോബി, പുതിയൊരു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതാണ് ഇതിന്റെ ഒരു സമ്മറി ഈ ഒരു ബുക്കിന്റെ. നല്ലൊരു ബുക്കാണ്, എല്ലാവരും വായിക്കാൻ നല്ലതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന. ഹലോ, നിങ്ങളൊക്കെ എങ്ങനെ മോർണിംഗ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എന്താ ചെയ്യാ? എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ നീങ്ങുന്നത്? അറിയില്ലേ? സജിന മാം ഓടാൻ പോവാ. നിസാം സാർ ഗുഡ് ഉണ്ടോ? മോർണിംഗ്. മോർണിംഗ്. നിസാർ സാർ ഓടാൻ പോകും. കൊറേ നാളായി നിസാം സാറ് ഒരു യാത്രയിലാണ്, ആ അതുകൊണ്ടാ. ഓക്കെ. ഓക്കെ ഓക്കെ. സാർ ഇപ്പൊ നാട്ടിലാണോ? ആ, നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. ഓക്കെ ഓക്കെ. എന്നാലും ഞാൻ ഇതിലേക്ക് വരാം, ബാക്കിയുള്ള ആളുകൾ പറയാം. ഞാൻ ലാസ്റ്റില് ഒരു 20 മിനിറ്റിലാണ് കയറിയത്. ഓക്കെ ഓക്കെ. എല്ലാരും ഇതുപോലെ 20 മിനിറ്റ് നമ്മള് ഈ മോർണിംഗ് സർക്കിളിൽ ചെയ്യുന്ന കാര്യങ്ങള് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് പുതിയൊരു അറിവ് നമ്മൾ നേടുന്നുണ്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ എക്സസൈസ് അത് നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ എന്നോട് മുന്നേ പറയുന്നത്, ചില ദിവസം നമുക്ക് മടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ആ ഒരു എനർജി നമ്മൾ ചെയ്യണം. ആരൊക്കെ ചെയ്യണുണ്ട് എല്ലാ ദിവസവും? അത് തന്നെ ഈ മാം, ഒരു എനിക്കൊരു റിഗ്രറ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു സത്യത്തിൽ. ഞാൻ ചെയ്തിരുന്നു മോർണിംഗിൽ എക്സസൈസ്, ഒരു വർക്കൗട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു 45 മിനിറ്റ്സ് കറക്റ്റ് കുറെ നാൾ ചെയ്ത് വന്നതായിരുന്നു. പിന്നെ അതിങ്ങനെ നോമ്പൊക്കെ ആയപ്പോ ബ്രേക്ക് ആയി പോയി. അതിനുശേഷം പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ മാമിന്റെ ക്ലാസ് കഴിച്ചപ്പോ എനിക്കൊരു റിഗ്രറ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു, അത് ചെയ്യണമല്ലോ. അപ്പൊ എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ആയി. ഇനിയിപ്പോ അത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുത്തേക്കാണ്. ഈ വർക്കൗട്ട് അതിലൊരു ചെറുതായി, അത് ഭയങ്കര വലിയ വർക്കൗട്ട് എന്നല്ല, എന്നാലും നല്ലതാണ്. നമ്മളുടെ രാവിലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവണതൊക്കെ നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് അതെ ഓരോ അതെ. കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് കൂടും. അപ്പൊ എന്തായാലും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു. പിന്നെ ഈ 5 AM ക്ലബ് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല കേട്ടാ. പക്ഷെ അത് ഇപ്പോഴാണ് അതിലത്തെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. 5 AMന്റെ റോബിൻ ശർമ്മയുടെ ഈ സംബന്ധം ഈ 4 ഏരിയാസിൽ നമ്മൾ നന്നായിട്ട് ഇത് ചെയ്യണം. മൈൻഡ് സെറ്റ്, ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ്, സോൾ സെറ്റ് അല്ലേ? സോൾ സെറ്റ്. ഇതെല്ലാം അടിപൊളിയാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രോബ്ലംസിനൊക്കെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ
ഇപ്പൊ എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നതിന് പകരം പറ്റും എന്നുള്ളൊരിത്. ഹാർട്ട് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ വാല്യൂസ്, മറ്റുള്ളവരോടുള്ള നമ്മളുടെ ഒരു കരുതല്, എമ്പതി, അതൊക്കെയാണ് ഈ ഹാർട്ട് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെൽത്ത് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, അതായത് അതില് നമ്മുടെ ഉറക്കം, സ്ലീപ്പ്, അതുപോലെ എക്സസൈസ്, പിന്നെ ഫുഡ്, ഹെൽത്തി ഫുഡ്, അങ്ങനത്തെ സംഭവങ്ങളും. പിന്നെ സോൾ സെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, നമ്മളുടെ ജീവിതത്തിന്റെ മീനിങ്, അതുപോലെ നമ്മളുടെ ഉള്ളിലത്തെ ഒരു എന്താ പറയാ ഒരു സമാധാനം, അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഈ 4 ഏരിയാസ് നമ്മള് ഇത് ചെയ്യാനാണ് ഈ കൂടുതൽ ഈ ബുക്കില് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതെങ്ങനെ ചെയ്യാന്നും ആ ഒരു 66 ഡേയ്സിന്റെ കുറിച്ചിട്ടും ആണ് അതിനകത്ത് പറയുന്നത്. അപ്പം അത് നമ്മളെപ്പോഴും സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുന്നത് നമുക്ക് നല്ല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ പോകും. ഇങ്ങനത്തെ ബുക്സ് വായിക്കണം എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ഈ ഒരു ശീലം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പേജ് വെച്ച് വായിച്ചിട്ട് അങ്ങനെ ഇപ്പൊ ഞാൻ മേടിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ബുക്കാണ്. അത് എന്റെ കുട്ടികൾക്കും ഇപ്പൊ ഇഷ്ടല്ല. അവർ ഈ ഫിക്ഷൻസും അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേശ്ശെ അത് കൊടുത്തിട്ട് അങ്ങനെ അതിലേക്ക് കൊണ്ടുവരണം. നല്ല മാറ്റം നമുക്ക് കിട്ടും. കാരണം ഇതൊക്കെ സക്സസ്ഫുൾ ആയുള്ള ആൾക്കാരുടെ കഥകളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോ എത്രയായാലും നമ്മളെ നന്നാക്കുന്ന സംഭവമാണ്. അല്ലാതെ വേറെ ഏതൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ തോന്നിയ കഥ, അത് ഞാൻ അതിനെ കുറ്റം പറയല്ല. എന്റെ കുട്ടികൾ വായിക്കണതൊക്കെ ഓരോരുത്തരുടെ ഇമാജിനേഷൻസ് ആണ്. എന്തൊക്കെയോ അങ്ങനെ അവർക്കത് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നു, അതിലത് വായിക്കണം. പക്ഷെ ഇത്തരം ബുക്സ് ആണ് നമ്മള് ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനത്തെയാണ് വായിക്കേണ്ടത്. ആക്ച്വലി ഡെവലപ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റിന് പറ്റിയ ബുക്സ് ഒക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമ്മള് ഏത് ഇപ്പം വെളുപ്പിനെ വാങ്ങു വിളിക്കുന്നു, അതുപോലെ തന്നെ വെളുപ്പിനെ ഹിന്ദുക്കളുടെ അമ്പലത്തിലെ വെളുപ്പിനെ പ്രാർത്ഥനാഗീതവും വെക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ അതുപോലെ തന്നെ വെളുപ്പിനെ. അപ്പൊ ആ വെളുപ്പിനെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നല്ല സമയമാണെന്ന് ഉള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതാണ് ഈ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വെളുപ്പിനെ ഉണരുകയും വെളുപ്പിനെ പിന്നെ റുട്ടീനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തുള്ള നല്ല വശങ്ങൾ. ഇപ്പം ഇത് വരുന്ന വിശദമായിട്ട് ഇതെല്ലാം പറഞ്ഞു. ആദ്യത്തെ 20 മിനിറ്റ് എക്സസൈസ്, രണ്ടാമത്തെ 20 മിനിറ്റ് മെഡിറ്റേഷൻ, മൂന്നാമത്തെ 20 മിനിറ്റ് ആ വിക്ടറി അവറിൽ അറിവ് നേടുക, പുതിയൊരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുതിയ അറിവാണ്. നമുക്ക് വെളുപ്പിനെ എഴുന്നേൽക്കാൻ നല്ലതാണെന്നറിയാം, എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്നറിയാം. അപ്പം ഈ ഒരു വഴിയിലേക്ക് എല്ലാവരും കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ രാവിലെ എണീക്കുന്ന ആള് ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്, ഈ മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോൾ പലരും ഇപ്പൊ തന്നെ സജനമാണെന്ന് തോന്നുന്നു പറഞ്ഞത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് നൊയമ്പായപ്പോൾ അത് നിർത്തി, മുടങ്ങിപ്പോയി. അങ്ങനെയല്ല. അങ്ങനെ നമ്മുടെ വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലൈഫിന് അനുസരിച്ച് ഇപ്പം വെളുപ്പിന് 20 മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ. പക്ഷെ എപ്പോഴെങ്കിലും ഇപ്പം വൈകുന്നേരത്ത് എല്ലപ്പോഴും ഒരാൾക്ക് വൈകുന്നേരത്താണ് അവർക്ക് സമയം കിട്ടുന്നത്, ഓക്കെ. വൈകുന്നേരത്ത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു 7 PM
ആ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു 45 മിനിറ്റ്സ് വ്യായാമം ചെയ്യണം. അതൊരു അത് അതിൻ്റെ ചില നമ്മുടെ ശരീരത്തിലെ വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ധാരാളമാണ്. ഒരു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് നല്ല സർക്കുലേഷൻ കിട്ടും, രക്ത ഓട്ടം. ഈ എൻ്റെ പേഷ്യൻസ് വരുമ്പോൾ ഞാൻ വിശേഷിച്ചും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അടുക്കല്, അതേപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസിന് എക്സസൈസ് ഒഴിവാക്കാൻ പറ്റില്ല. അവരുടെ ശരീരത്തിലെ രക്തഓട്ടം, വിശേഷിച്ചും കാലുകളിലെ രക്തഓട്ടം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ കാലുകളിലേക്കുള്ള രക്തഓട്ടത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ശരീരത്തിന് മൊത്തം അതിൻ്റെ ഗുണം കിട്ടും. കാരണം കാലിൽ നിന്നുള്ള പമ്പിങ് വരുന്നത്, ആ ബ്ലഡ് വരുന്നത് ഹാർട്ടിലോട്ടാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാല് നിവർക്കുകയും മടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ട് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തിലാണ്. ഇപ്പം മേളിലുള്ള ബ്ലഡ് എന്ന് പറയുന്നത് പാസീവായിട്ടിങ്ങ് ഹാർട്ടിലെത്തും. താഴെയുള്ളത് മേളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രഷർ കൊടുത്തെങ്കിലേ പറ്റും. അതാണ് എക്സസൈസിൻ്റെ പ്രധാന ഒരു ഗുണം. ഇപ്പം നല്ല സർക്കുലേഷൻ, നല്ല ഹാർട്ട് ഫങ്ഷനിങ്, പ്രോപ്പറായിട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യും. പിന്നെ ലങ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 1/3 ഭാഗം ലങ്സ് എയറേഷൻ ഇല്ലാതെ കിടക്കുക. 2 ഭാഗം മാത്രം നമ്മുടെ സാധാരണ ഫങ്ഷൻ, നമ്മുടെ സാധാരണ ലൈഫിൽ ശരിക്കും ആ 2 ഭാഗം മാത്രമേ പിന്നെ എയർ കയറുന്നുള്ളൂ. ആ ഡെഡ് സ്പേസ്, ഒരു 1/3 ഭാഗം ഡെഡ് സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുകയും റെസ്പിറേറ്ററി എക്സസൈസ് ചെയ്യുകയും അല്ലാതെ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് 3 ഇരട്ടി ഓക്സിജനാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറുന്നത്. 3 ഇരട്ടി ഓക്സിജൻ കയറുമ്പോൾ അത്രയും ഓക്സിജനാണ് ബ്ലഡിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. അപ്പോൾ 100% ഓക്സിജൻ സാച്ചുറേഷനിൽ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും 100% ഓക്സിജൻ സാച്ചുറേഷനിലാണ്. പിന്നെ നല്ല ഓക്സിജന് നല്ല സ്പീഡിൽ എല്ലാ ഭാഗത്തേക്കും ചെല്ലുമ്പോൾ നല്ല മെറ്റബോളിസം നടക്കും. മോശമായ കാര്യങ്ങൾ, ചില കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ബേൺ ചെയ്തു പോകും. ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ആദ്യത്തെ ½ ആൻ അവർ ബേൺ ചെയ്യുന്നത് ഗ്ലൂക്കോസാണ്. രണ്ടാമത്തെ, അതാണ് ഈ 1 മണിക്കൂറിൻ്റെ ടൈം പറയുന്നത്. അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂർ. രണ്ടാമത്തെ ഹാഫില് തുടർച്ചയായ 1 മണിക്കൂറാണ്. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂറല്ല, തുടർച്ചയായ 1 മണിക്കൂർ. ഫസ്റ്റ് ഹാഫ് ഗ്ലൂക്കോസ് ആണ് ബേൺ ചെയ്യുന്നത്, സെക്കൻഡ് ഹാഫ് ബേൺ ചെയ്യുന്നത് ഫാറ്റാണ്. അപ്പോൾ ഒരു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരാൾ ശരിക്കും 1 അവർ ഓർ മോർ എക്സസൈസ് ചെയ്യണം. ആ സെക്കൻഡ് ഹാഫിലെ ഫാറ്റ് ബേൺ ചെയ്യും. അപ്പോൾ ഇതെല്ലാം പുതിയ അറിവുകളാണ്. നല്ല പിന്നെ എല്ലാവരും ആ രീതിയിൽ ചെയ്യട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ എക്സസൈസ് അവരവർക്ക് സൗകര്യമുള്ള സമയം അത് ചെയ്തിരിക്കണം. നമ്മുടെ പിന്നെ ബ്രെയിനിൽ ഹൈപ്പോതലാമസ് എന്നൊരു ഭാഗമുണ്ട്, ദാറ്റ് ഈസ് ദ ബയോളജിക്കൽ ക്ലോക്ക്. എല്ലാ കാര്യങ്ങളും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ആദ്യമൊക്കെ ഞാൻ അലാറം വെച്ചായിരുന്നു എണീക്കുന്നത്. ഇപ്പം അലാറത്തിൻ്റെ ആവശ്യമില്ല, വെളുപ്പിന് ഓടി. അപ്പോൾ നമ്മളൊരു സംഗതി ഒരു പ്രാവശ്യം, കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ
മാഡം ഇത് പറഞ്ഞു 22 ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും ആ ടൈം നമ്മുടെ ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് ഉണരും. ബിക്കോസ് ഓഫ് ദി റെക്കോർഡിങ് ഇൻ ദി ഹൈപ്പോതലാമസ്. എന്താണ് വെളുപ്പിന് പൂവൻകോഴി വെളുപ്പിന് കൂടുന്നത് എന്താണ്? അതിന് വാച്ചോ വല്ലതും ഉണ്ടോ? അപ്പോൾ ദാറ്റ് ഈസ് ദി ബയോളജിക്കൽ ക്ലോക്ക്. അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരും അസിഡിറ്റി ആയിട്ട് വരും. അസിഡിറ്റി ആയിട്ട് അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കുമോ? അത് പലപ്പോഴും പറ്റാറില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെറിയ പ്രായത്തിൽ തുടർന്നു വന്ന രീതിയുണ്ട്. രാവിലെ ഒരു 8 മണി 8:30 മണി ആകുമ്പോൾ രാവിലത്തെ ആഹാരം കഴിക്കും. ഉച്ചയ്ക്കൊരു 1 o'clock 1:30 ആ ടൈമിൽ നമ്മൾ ഉച്ചക്കലത്തെ കഴിക്കും. വൈകുന്നേരത്ത് 4 മണിക്കൊരു ലൈറ്റ് ഫുഡ് കാണും. രാത്രി 8 മണിക്ക് രാത്രിത്തെ ആഹാരം കഴിക്കും. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം കുറേ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ ഇത് തെറ്റിച്ചാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ആ 8:30 മണി ആവുമ്പോൾ നമ്മുടെ വയറ്റിനകത്ത് സ്റ്റിമുലേഷൻ വരും, ആസിഡ് ഉണ്ടാവും. ആസിഡ് ഉണ്ടാവുന്ന സമയത്ത് അതപ്പോഴാണ് നമുക്ക് വിശപ്പ് വരുന്നത്. ഫുഡ് ചെല്ലണം. അപ്പോൾ എത്ര ബിസിയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആ സമയത്ത് ഇപ്പം രാവിലെ ദോശയും അപ്പം കഴിക്കണമെന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും 2 പഴമോ അല്ലെങ്കിൽ ഒരു ഏത്തക്കായോ അല്ലെങ്കിൽ എന്തെങ്കിലും എളുപ്പമുള്ള മാർഗം. പലപ്പോഴും ഇങ്ങനെ അത് 2 മണിയാകുമ്പോഴത്തേക്ക് പണി തീരാറില്ല. ഓക്കെ, 3 മണിയൊക്കെ ആവും, 3-3:30 ആവും ഉച്ചക്കത്തെ ജോലി കഴിയുമ്പോഴത്തേക്ക്. ആയിക്കോട്ടെ, പക്ഷെ 1 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 പഴം കഴിച്ചുകൂടെ? എത്ര സമയം വേണം? അപ്പം അസുഖങ്ങൾ മരുന്നുകൊണ്ട് മാത്രം പറ്റില്ല, മരുന്നുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല. മറിച്ച് ചില റുട്ടീൻസ് ആ സമയത്ത് 2 പഴം അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റ് കഴിക്കുക. അപ്പം നമ്മുടെ വയറ്റിനകത്തിട്ട് ആ ബിസ്ക്കറ്റ് ചെന്നിട്ട് അല്ലെങ്കിൽ ആ പഴം ചെന്നിട്ട് നമ്മുടെ വയറ്റിൽ ആസിഡായിട്ട് പ്രവർത്തിക്കും. എനിവേ, വെരി നൈസ് സെഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. 5 AM ക്ലബ്ബ് അതിൽ വരുന്നത് മെയിനായിട്ട് സെൽഫ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. 5 to 6 AM വരെ അതിനൊരു 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ട് 20-20-20 ഫോർമുലയിൽ നമ്മളത് ചെയ്യാന്നുള്ളതാണ്. മൂവ്മെന്റ്, റിഫ്ലക്റ്റ് ആൻഡ് ഗ്രോ ഓർ ലേണിംഗ്. അതാണ് മാം ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. വെൽക്കം. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ഇനി ഒരു 20 minutes മൂവ്മെന്റ് ചെയ്തോ. അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ 5 AM കിട്ടി. ഗ്രോത്തുമായി മെഡിറ്റേഷനുമായി. അതെ. മാം ഇനിയിപ്പോ അവിടെ 5 AM അല്ലേ? എനിക്കിപ്പോ അവിടെ തുടങ്ങുന്നുള്ളൂ. 5 AM അല്ലേ ഇപ്പോ? എനിക്ക് 5 AM ആയിട്ടില്ല, 4:45 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് 5 AM ഞാൻ ഒന്നുകൂടി എടുക്കാൻ പോകും. ശരിക്കും ഫസ്റ്റ് വിക്ടറി അവറാട്ടെ. എഴുന്നേറ്റിട്ടുള്ള ആ ഒരു ആദ്യത്തെ 1 മണിക്കൂറാണ്. അപ്പം അതല്ലെങ്കിലും അതിന് ശേഷം ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോ ആരെയും ബോധിപ്പിക്കണം എന്നില്ല, നമ്മൾ ചെയ്യാന്ന് മാത്രം. ഒരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. 5 AM എനിക്ക് ആവണുള്ളൂ അവിടെ ആക്ച്വലി. മാം അവിടെ എത്ര മണിക്കാ ഡെയിലി എണീക്കാറ്? ക്ലാസ്സിന് വേണ്ടിട്ട് നേരത്തെ എണീറ്റതാണോ? ഇന്ന് ആക്ച്വലി ഇത്ര നേരത്തെ ഇവിടെ 3:45 3:30 ഇത്ര നേരത്തെ ഞാൻ എണീക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഞാൻ ഇവിടെ 4:30, പക്ഷെ ഇവിടെ ബാങ്ക് കുറച്ച് നേരത്തെ ആണല്ലോ. അപ്പം ആ ഒരു ടൈം ആകുമ്പോഴാണ് എഴുന്നേക്കാറ്. ശരിക്കും മുസ്ലിംസിന് ഇങ്ങനൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് എന്തായാലും കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നീക്കും എന്തായാലും ആ ഒരു ടൈമില്. പലപ്പോഴും നമ്മൾ UAE
ബാക്കിയുള്ളവരോട് ക്ലാസ് എടുക്കേണ്ട കാര്യം പറയുമ്പോ ഇവിടെ 3:30 ആയിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ആ ഈ, അപ്പൊ ആ സമയത്ത് 4 മണി ആയിട്ടുണ്ടാവുള്ളൂ, അവിടെ 5:30, ഇവിടെ 4 മണിയാണ്, അപ്പൊ കുറച്ച് അതിന് മുമ്പ് എണീക്കണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ. എന്തായാലും മാം ഇത്രയും ഈ ഒരു നേരത്തെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് ക്ലാസ് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ എടുത്തു അല്ലേ. എനിക്ക് തോന്നുന്നത് UAE മാമാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ എടുത്തേ. പിന്നെ അതുപോലെ ആരെങ്കിലും ക്ലാസ് എടുക്കാൻ ആളില്ലാത്തപ്പോഴും മാം മുന്നോട്ട് വരും. ഞാൻ വിചാരിക്കാറുണ്ട് ടൈം അത്രേ ആയിട്ടുള്ളൂ, എന്നാലും മാം അത് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരാറുണ്ട് ഗ്രൂപ്പിൽ ചോദിക്കുമ്പോഴൊക്കെ. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്റെ വീട്ടിൽ അങ്ങനെയാണ് ആക്ച്വലി. എന്റെ ഗ്രാൻഡ് മദർ, എന്റെ ഫാദർ, മദറും ഒക്കെ മോർണിംഗിന്റെ ആൾക്കാരാണ്. നേരത്തെ കിടക്കും ചെയ്യും, പിന്നെ നേരത്തെ എഴുന്നേക്കും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നൊരു ശീലാണ്. നേരത്തെ മോർണിംഗ് പേഴ്സൺ ആണ് ആക്ച്വലി ഞാൻ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? അതുപോലെ സൂസൻ മാം ഒന്നും ഇല്ലെന്ന്, സാറ്റർഡേ അല്ലേ മാം പ്രയർ. ഉണ്ടാവില്ല. അതെ. അപ്പൊ നമുക്ക് നിസാവ് സർ ലെഫ്റ്റ് പോയോ? ആയിരുന്നു. പോയി. ചിലപ്പോ എല്ലാ റേഞ്ച് ഇഷ്യൂ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. താങ്ക് യു. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.